Hi friends, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണ് ട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള തൈര് വടയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വട തയ്യാറാക്കാം. അപ്പോൾ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കുതിർത്തതിന് ശേഷം ഇതുപോലെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആദ്യം അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്ന് വട ഷേപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മാവ് ഈ ഒരു വെള്ളത്തിൽ കലങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കിത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഉഴുന്ന് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞതും അല്പം കറിവേപ്പില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല, ഈ സമയം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മാവൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാവ് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ഉഴുന്നവട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് ഇതുപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ എയർ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ കിട്ടുക. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തൈര് വടയിലേക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് വേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടുള്ള വടയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് പുറമേ ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട നമ്മൾ ചട്നിയൊക്കെ കൂട്ടി കഴിക്കില്ലേ, ആ ഒരു വടയാണ് വേണ്ടത് എങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കിട്ടും. ഇനി ഇതുപോലൊരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് തന്നെ വെക്കുക. എന്നിട്ട് കൈയൊന്ന് അതിൽ മുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ നമ്മുടെ വടയെല്ലാം ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലൊരു കളറായിട്ട് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി നമ്മളിവിടെ 1 കപ്പ് ഒട്ടും പുളിയില്ലാത്ത കട്ടത്തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള വടയുടെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അല്പം മുളക് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ചാറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.